ഇതുവരെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു കിഡിലൻ സെറ്റപ്പ് ആയിട്ടാണ് ഇൻഫിനിക്സ് ഈ ഒരു ഫോൺ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന ഫോണാണ് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത്. പക്ഷേ അതൊരു സാധാരണ ബോക്സിലല്ല വന്നിരിക്കുന്നത്, ഒരു വെറൈറ്റി സെറ്റപ്പ് ആയിട്ടാണ്. ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് അറിഞ്ഞിരുന്നോളൂ, എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഒപ്പം തന്നെ ഇതിന്റെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം തന്നെ ചെയ്യാം. ടേക്ക് ചാർജ് എന്നാണ് ബോക്സിന്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ബോക്സ് തുറക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ചീറ്റ X1 എന്നൊരു വലിയ ഒരു ചിപ്പിന്റെ ഒക്കെ പോലെ അടിച്ചു വെച്ചിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ ഡുവൽ ചിപ്പാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് പവർ മാനേജ്മെന്റ് ചിപ്പ് ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ താഴെ ഓൾ റൗണ്ട് ഫാസ്റ്റ് ചാർജർ 2.0 എന്നും എഴുതിയിട്ടുണ്ട്. ബോക്സിനുള്ളിൽ ഇൻഫിനിക്സ് നോട്ട് 40 Pro ഇരിക്കുന്നുണ്ട്. പിന്നെ മാഗ് പാഡ് വയർലെസ് ചാർജർ ആണ് അതിരിക്കുന്നുണ്ട്. മാഗ് പവർ ഒരു പവർ ബാങ്ക് സെറ്റപ്പ് ആണ്. അതുകൂടാതെ സെഗ്മെന്റ് ഫസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ള കുറെ സ്റ്റിക്കറുകളും കാണാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോൺ കൂടി അൺബോക്സ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ബോക്സിനകത്ത് ഫോൺ ആദ്യം തന്നെ ഇരിക്കുന്നുണ്ട്. ലെതർ ബാക്ക് ഒക്കെ ഉള്ള ഫോണാണ്. ഫോണിലേക്ക് വരാം. പിന്നെ 45 വാട്ടിന്റെ ചാർജറിന്റെ ടൈപ്പ് C to A കേബിൾ ഇരിക്കുന്നുണ്ട്. സ്റ്റിക്കർ, ഡോക്യുമെന്റേഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു സ്ട്രോങ് ആയ സ്ക്രീൻ ഗാർഡ് ഇരിക്കുന്നുണ്ട്. പിന്നെ മാഗ് കേസ്, മാഗ് ചാർജറൊക്കെ ഇതിന്റെ പിന്നിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മാഗ് കേസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. എല്ലാം മാറ്റി വെക്കാം. നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് 40 Pro, ഇന്ത്യസ് ഫസ്റ്റ് വയർലെസ് മാഗ്നറ്റിക് ചാർജിംഗ് സൊല്യൂഷൻ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവർ കൊണ്ടുവരികയാണ്. ഇതിൽ വേറെ കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പോൾ ഡയമൻസിറ്റി 7020 പ്രോസറാണ് ഇതിനകത്ത് വരുന്നത്. കൂടാതെ ഈ ചീറ്റ X1 എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് പവർ മാനേജ്മെന്റ് ചിപ്പും. ഇതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോ പ്ലസ് വേരിയന്റ് 100 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്. ഇത് 45 വാട്ടാണ്. പ്രോയിൽ 5000 mAh ബാറ്ററിയും പ്രോ പ്ലസിൽ 4600 mAh ബാറ്ററിയുമാണ്. പ്രോ പ്ലസിന്റെ കാര്യം നോക്കിയാൽ 100 വാട്ട് ചാർജർ വെച്ച് ചാർജ് ചെയ്താൽ 12 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ചെയ്യാൻ പറ്റും. അതിന് തന്നെ പല മോഡുകളുണ്ട്. ഡൈനാമിക് മോഡ്സ് ആണുള്ളത്. ഒരു മോഡാണ് നമ്മൾ പറഞ്ഞത് സ്മാർട്ട് മോഡിൽ 12 മിനിറ്റ് കൊണ്ട് 50% ചാർജ്. ഹൈപ്പർ മോഡാണെങ്കിൽ 9 മിനിറ്റ് കൊണ്ട് 50% ചാർജ്. പിന്നെ 10 ഡിഗ്രി ടെമ്പറേച്ചറിൽ വരെ ഒരു കുഴപ്പമില്ലാതെ റീസെന്റ് ആയിട്ട് ചാർജ് ആവും. ബാറ്ററി സേഫ് ആയിട്ട് നിൽക്കും എന്നുള്ളതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഇത് കൂടാതെ വയർലെസ് ചാർജിംഗ് 20 വാട്ടിന്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൈപാസ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗെയിം കളിക്കുന്നവർക്ക് ചാർജിൽ കണക്ട് ചെയ്തിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ വയർലെസ് ചാർജിംഗ് സെറ്റപ്പ്, ഇത് വയർലെസ് ചാർജിംഗ് 20 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ മാഗ് ചാർജിംഗ്, മാഗ് പാഡ് എന്ന് പറയുന്ന ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ പുറകിൽ ഒട്ടിച്ച് വെച്ചുകൊണ്ട്. അതിന് മാഗ് കേസ് കൂടി വേണം. പക്ഷേ ഇങ്ങനെ മാഗ് കേസ് കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറകിലേക്ക് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാം. ഇത് കേബിൾ ഉണ്ടാവും കേട്ടോ. 10 വാട്ട് ടു 22 വാട്ടാണ് ഇതിന്റെ ടൈപ്പ് സി ചാർജിംഗ് സ്പീഡ് വരുന്നത്. ഇത് കൂടാതെ വരുന്ന മറ്റൊരു സംഭവമാണ് ഇത് മാഗ് പവർ ബാങ്ക്. ഇതും വളരെ ലൈറ്റ് വെയിറ്റും സ്ലിമ്മും തന്നെയാണ്. 3000 mAh ബാറ്ററിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇതൊക്കെ 20,000 റേഞ്ചിലുള്ള ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വയർലെസ് ചാർജിംഗ് സൊല്യൂഷന്റെ ഒരു പ്രത്യേകത. പക്ഷേ ഈ പവർ ബാങ്കും ചാർജറൊന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല കേട്ടോ. ഇത് 1999 രൂപയാണ്. ഇതാണെങ്കിൽ 3990 രൂപയാണ്. സെപ്പറേറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കണമെന്ന് സാരം. ഫ്ലിപ്കാർട്ട് ഇതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. മൊത്തത്തിൽ 20,000 റേഞ്ചിലുള്ള ഫോണിൽ തന്നെ ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഏറെക്കുറെ ഇവർക്ക് പ്രാന്തായോ എന്ന് തന്നെ നമുക്ക് തോന്നുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഈ പ്രൈസിന് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായമാണത്. സംഗതി എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. എന്നാലും ഇനി ഈ ഫോണിന്റെ ബാക്കിയുള്ള ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ ഫോണിന്റെ ഡിസൈൻ നോക്കിയാൽ താഴെ ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, ഡുവൽ നാനോ സിം സപ്പോർട്ട്, അതേപോലെ സ്പീക്കർ ഗില്ല് കാണാം. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ടോപ്പിലാണെങ്കിൽ സ്പീക്കർ ഗില്ല്, JBL ബ്രാൻഡിംഗ്, അതേപോലെ IR ബ്ലാസ്റ്റർ, നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. JBL ബ്രാൻഡിംഗ് ഉണ്ട്, സ്പീക്കർ ഗില്ലുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ JBL സപ്പോർട്ടോടെയാണ്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ലെഫ്റ്റ് സൈഡ് കാലിയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. റിയർ ഡിസൈൻ ലെതർ, ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനുള്ള നല്ല കർവ്ഡ് ഡിസ്പ്ലേ. റിയർ സൈഡിൽ ഒരു കാര്യം കൂടിയുണ്ട്, ഹാലോ ലൈറ്റ്, AI ഹാലോ ലൈറ്റ് എന്നാണ് അവർ ഇതിനെ പറയുന്നത്. നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും AI അസിസ്റ്റന്റ് വർക്ക് ചെയ്യുമ്പോഴും ചാർജിങ്ങിന്റെ സമയത്തും ഒക്കെ ഈ ലൈറ്റ് പല രീതിയിൽ വർക്ക് ചെയ്യും. പിന്നെ ഈ ഫോലാക്സ് എന്ന AI അസിസ്റ്റന്റ് വർക്ക് ചെയ്യുമ്പോഴും ഈ ഒരു ലൈറ്റ് നല്ല രീതിക്ക് വർക്ക് ചെയ്യും. ഹായ് ഫോലാക്സ്. ഹായ് ഫോലാക്സ്. പിന്നെ ഈ ലൈറ്റ് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവ് ഹാലോ ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സെറ്റിംഗ്സിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് ഏതിനൊക്കെ ഈ ലൈറ്റ് കത്തണ്ട അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ഡിസൈൻ. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.78 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂ ഇല്ല. 1300 ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കും പ്രശ്നമൊന്നുമില്ല. വിഷ്വൽ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ നല്ല ക്വാളിറ്റി ഒരു കർവ്ഡ് ഡിസ്പ്ലേ. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. സാമ്പിളുകൾ ഇവിടെ കാണാം. അത്യാവശ്യം തരക്കേടില്ലാത്ത ഇമേജുകൾ. നിങ്ങൾക്കിത് മതിയാവുമോ എന്ന് നോക്കുക. മെയിൻ ക്യാമറ ഡേ ലൈറ്റിലും, മെയിൻ ക്യാമറയും സെൽഫി ക്യാമറ രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ഒക്കെ നിന്നെടുത്ത ഫോട്ടോസ് ഒക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലാണ് ഞാൻ എടുത്ത വീഡിയോ സാമ്പിളുകൾ. പല ലൈറ്റിംഗ് കണ്ടീഷനിൽ പല രീതിയിൽ ഞാൻ സെൽഫിയും മെയിൻ ക്യാമറയും ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ സാമ്പിളുകൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ കണ്ടു നോക്കുക, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് കൂടി നോക്കുക. ക്യാമറയെക്കുറിച്ച് ഒരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടും. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് ക്യാമറ സെറ്റപ്പ് എന്ന് തീർച്ചയായിട്ടും പറയാം. ഇനി ഇതിന്റെ പെർഫോമൻസ്
Intel Dimensity 7020 എന്ന പ്രോസറാണ് വരുന്നത്. ELPDDR4X RAM, UFS 2.2 സ്റ്റോറേജ്, XOS 14 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. വേറെ പരസ്യ ആപ്ലിക്കേഷനുകളുടെ ശല്യമൊന്നും അധികം കാണാനില്ല. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പെർഫോമൻസിനും യാതൊരു വിഷയവുമില്ല. സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ചെറുകിട ഗെയിമുകളൊക്കെ കളിക്കാനും കൊള്ളാം. ഈ ഒരു പ്രൈസിന് ഈ പറഞ്ഞ എല്ലാ സെറ്റപ്പോടൊപ്പം ഈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഡീസന്റ് ലെവലാണെന്ന് തന്നെ പറയാം. പിന്നെ റാം ആൻഡ് സ്റ്റോറേജിന്റെ ഭാഗത്ത് ഒരു കാര്യം കൂടിയും, 8GB റാമിന്റെ ഫോൺ ആണെങ്കിൽ 8GB കൂടി ആഡ് ചെയ്ത് 16GB പോലെ ഉപയോഗിക്കാം. ഇനി 12GB റാമിന്റെ ഫോണാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 12GB കൂടി സ്റ്റോറേജ് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. സോ 24GB 24GB റാമിന്റെ ഫോൺ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ മൊത്തത്തിൽ പെർഫോമൻസിൽ വേറെ അപാകതകളൊന്നും കാണാനില്ല. പിന്നെ ഇതിൽ IP53 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്, NFC സപ്പോർട്ട് വരുന്നുണ്ട്, എല്ലാതരം സംവിധാനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. 5G കോളിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനീഷ്യലി അപാകതകളൊന്നും കാണാനില്ല. ഞാനിതിപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് എല്ലാം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം ഒരു ഡീസൻറ്റ് ലെവലുണ്ട്. പ്ലസ് ഈ പറഞ്ഞ ഒരു ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഫോണിനെ ഈ ഒരു റേഞ്ചിലെ ഒരു സ്പെഷ്യൽ ഡിവൈസ് ആക്കി മാറ്റുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഇതുവരെ കാണാത്ത ഒരു സെറ്റപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് എന്നുള്ള രീതിയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൈപ്പ് തോന്നിയോ, അതോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഈ ഒരു ഫോൺ ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന ഫോണാണ്. 19,990 ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിന് Pro Plus എന്നൊരു വേരിയന്റ് കൂടിയുണ്ട്. അതിന്റെ പ്രൈസ് എനിക്ക് ഇപ്പോഴേക്ക് അറിയില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ ഇതിന്റെ സെയിൽ 12-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ആരംഭിക്കുമ്പോൾ ഒരു ഓഫർ ഉണ്ട്. ഫസ്റ്റ് കുറച്ച് യൂണിറ്റുകൾക്ക് മാക് കിറ്റ് എന്ന് പറയുന്ന ഒരു കിറ്റ് കൂടിയുണ്ട്. അത് 4,990 കിട്ടും. അതിൽ നിങ്ങൾക്ക് മാഗ് പവർ ബാങ്കും അതേപോലെ മാഗ് കേസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും അത്. സോ വേണ്ടവർ അതുകൂടി ഉൾപ്പെടുത്തി വാങ്ങിച്ചോളൂ. സോ മൊത്തത്തിൽ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ ഈ ഫോൺ എന്നെ നന്നായിട്ട് തന്നെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഇംപ്രസ് ചെയ്തോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. സോ അങ്ങനെയാണ് ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന ഫോണിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് വീഡിയോ. ഇഷ്ടപ്പെട്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.